ഡോക്ടർ മോഹൻ വർഗീസ്, ABC മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഈ ബംഗ്ലാദേശ് വിഷയം, അതിനകത്തൊരു സംശയം വരുന്നത് ബംഗ്ലാദേശ് ഇപ്പോൾ പാകിസ്ഥാനെ പോലെ ആകുകയാണോ എന്നാണ്. ഈ വളരെ തെറ്റായ ഒരു സന്ദേശമാണോ ലോകത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരു പടർന്നു പിടിക്കുന്ന ഒരു രീതിയിൽ അങ്ങ് കാര്യങ്ങൾ മാറും മറ്റ് ഇടങ്ങളിലേക്കും. ഇവിടെ താലിബനൈസേഷൻ എന്ന ഒരു സങ്കല്പമുണ്ട്. ഒരു രാഷ്ട്രത്തെ ചില പ്രത്യേക വിശ്വാസ പ്രമാണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി റെഗുലേറ്റ് ചെയ്ത് നയിക്കുന്ന ഒരു സംവിധാനം. അഫ്ഗാനിസ്ഥാൻ മോഡൽ താലിബനൈസേഷൻ. താലിബനൈസേഷനിലേക്കാണോ നയിക്കുന്നത്, അതോ ഒരു ഫെയിൽഡ് സ്റ്റേറ്റസിലേക്കാണോ ബംഗ്ലാദേശ് പതിയെ നടന്നു നീങ്ങുന്നത്? ഇതാണ് കാതലായ ചോദ്യം. യഥാർത്ഥത്തിൽ പ്യോർലി ഒരു പൊളിറ്റിക്കൽ ഓവർച്യൂഴ്സ് മാത്രം ഉണ്ടായിരുന്ന സംവരണ വിഷയം പെട്ടെന്നാണ് ഒരു റിലിജിയസ് ടേൺ എടുക്കുന്നത്. അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ദീർഘകാലം ബംഗ്ലാദേശിൽ ഭരണത്തിലിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ബംഗബന്ധു മുജീബുർ റഹ്മാന്റെ പ്രിയ പുത്രി കൂടിയായ, ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ദേശീയവാദിയും അതേപോലെ തന്നെ മതനിരപേക്ഷവാദിയും കൂടായ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കണമെന്ന് മറഞ്ഞിരുന്ന ചില ശക്തികൾ ആഗ്രഹിച്ചിരുന്നു. ഒരു അനുകൂല അന്തരീക്ഷം ലഭിച്ചപ്പോൾ പൗരപ്രക്ഷോഭം, സിവിൽ സൊസൈറ്റി മൂവ്മെന്റ്, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പ്രക്ഷോഭം സംവരണത്തിനെതിരെ, അതായത് ഇന്ത്യ അനുകൂല അല്ലെ ഇന്ത്യക്ക് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി അന്ന് പ്രവർത്തിച്ച 71 പ്രവർത്തിച്ച ആളുകളുടെ സന്തതി പരമ്പരകൾക്ക് ഗവൺമെന്റ് ജോലിയിൽ 30% സംവരണം നൽകണം എന്ന ഒരു നിർദ്ദേശം. ആ നിർദ്ദേശത്തെ കാട്ടകവിരുദ്ധമായിട്ട് എതിർത്തുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുകയാണ്. ആ പ്രക്ഷോഭകാരികളുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ചും സ്റ്റുഡന്റ് മൂവ്മെന്റ് അവരാണ് സ്പിയർ ഹെഡ് ചെയ്തത്, അതിനിടയിലേക്ക് പരകായ പ്രവേശം നടത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ എലമെന്റുകൾ. അങ്ങനെയാണ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഒരു ടേൺ ആ പ്രക്ഷോഭത്തിന് വരുന്നത്. അതിനുശേഷം ഈ നയം അല്ലെങ്കിൽ ആ തീരുമാനം, സംവരണ തീരുമാനം പിൻവലിച്ചു. പക്ഷേ പ്രക്ഷോഭം തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. അത് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിനും പലായനത്തിനും അതിനുശേഷം ഒരു പാവ സർക്കാരിന്റെ രൂപീകരണത്തിനും ഒരു നൊബേൽ ലോറിയേറ്റായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വന്നപ്പോൾ ഏറെ പ്രതീക്ഷകളാണ് ഉണ്ടായത്. അതൊരു ജനാധിപത്യവൽക്കരണം ഉണ്ടാകും, മതനിരപേക്ഷ സംവിധാനം ഉണ്ടാകും. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ടേണിലേക്ക് വരികയാണ്. ഒരു ഇസ്ലാമിക് ഒരു ക്രെഡൻഷ്യൽസ് മാത്രമായി രാജ്യം വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ വിരുദ്ധതയിൽ അടിയുറച്ച ഒരു വിശ്വാസ പ്രമാണം അവിടെ വരുന്നു. എനിത്തിങ് ഇന്ത്യൻ ഈസ് ആൻ എനിമി, എനിബഡി ഹൂ ഈസ് ഓഫ് ഇന്ത്യൻ ഇൻട്രസ്റ്റ് ഈസ് കൺസിഡർഡ് ടു ബി ആൻ എനിമി. ആ ഒരു ചിന്ത നറേറ്റീവ് വരുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കാരണം ബംഗാൾ അങ്ങനെയല്ല. നമ്മുടെ പ്രിയപ്പെട്ട ബംഗാൾ, ഭാരതീയന് വളരെ പ്രിയപ്പെട്ട അവിഭക്ത ബംഗാൾ, അവിടെ എത്രയോ സ്വാതന്ത്ര്യം, എത്രയോ ഉന്നത ചിന്തകൾ, എത്രയോ മഹാരഥന്മാർ കലയുടെയും സംസ്കാരത്തിന്റെയും കളിത്തൊട്ടിലായിരുന്ന ബംഗാളി സ്വത്വം അതെവിടെ? അതൊരിക്കലും ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സ്വത്വമല്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല ചിന്താഗതിയുള്ള ബംഗാളി സ്വത്വത്തിന്റെ ഒരു കുടുസ് ചിന്തയാണ് ഇപ്പോൾ വരുന്നത്. അവിടെയാണ് ഇത് അപകടം പതിയിരിക്കുന്നത്. ഇതിനകത്ത് ഇന്ത്യ ഏത് തരത്തിലുള്ള ഒരു നീക്കമായിരിക്കാം നടത്താൻ സാധ്യതയുള്ളത്? കാരണം ന്യൂനപക്ഷങ്ങളെ അവിടെ നന്നായി വേട്ടയാടുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ശമനം ഉണ്ടായാൽ പോലും തുടർന്നുള്ള സമയത്ത് അത്ര ശാശ്വതമായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നതെന്നാണ് അവിടുത്തെ ഇപ്പോഴുള്ള അന്തരീക്ഷം തെളിയിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ലോങ് ടേം പെർവ്യൂ, ദീർഘകാല നയങ്ങളാണ് ആവശ്യം. പലപ്പോഴും ഭാരതം ഈ ഇഷ്യൂവിനെ വേണ്ട പോലെ റീഡ് ചെയ്തില്ല എന്നൊരു ആക്ഷേപം ചില കേന്ദ്രങ്ങളിലെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് ഭാരതം ഷെയ്ഖ് ഹസീനയുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോഴും എപ്പോഴെല്ലാം ബീഗം ഖാലിദ സിയയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും അധികാരത്തിൽ വരുമ്പോൾ ബന്ധങ്ങൾ ഉലയുന്ന ഒരു കാഴ്ച. അപ്പോൾ എപ്പോഴെങ്കിലും ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക എന്ന ഒരു പ്രിപ്പയർഡ്നെസ് വിഖ്യാതമായ ഭാരതത്തിന്റെ വിദേശകാര്യ സംവിധാനത്തിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ദ ഷേപ്പ് ഓഫ് തിങ്സ് ടു കം അത് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യുന്നതിൽ ഭാരതം ലേശം പുറകോട്ട് പോയി. പക്ഷെ ഡാമേജ് കൺട്രോൾ ഈസ് ഓൺ നൗ. ഹിന്ദു വിരുദ്ധ
ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ഹൈന്ദവരുടെ എണ്ണം ഭീതിതമായ രീതിയിൽ ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നു. ബംഗ്ലാദേശിന്റെ വിഭജനം നടന്നപ്പോൾ, ബംഗാൾ വിഭജനം, പാകിസ്ഥാന്റെ വിഭജനം നടന്നപ്പോൾ 71-ൽ 22% ഉണ്ടായിരുന്ന ഹിന്ദു പോപ്പുലേഷൻ ഇൻ ബംഗ്ലാദേശ് ഹാസ് റെഡ്യൂസ്ഡ് ടു an abysmally low 7.96%. 8% താഴെയായിട്ട് കൂപ്പുകുത്തുകയാണ്. ഒന്നുകിൽ അത് ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രോത്ത് ആണ്, അല്ലെ, മുസ്ലിം ജനസംഖ്യയുടെ ഭീതിതമായ വർധനയാണ്, അല്ല എങ്കിൽ ഹിന്ദു ഫെർട്ടിലിറ്റിയുടെ കുറവാണ്, അല്ല എങ്കിൽ സിസ്റ്റമാറ്റിക്കായ എത്തനിക് ക്ലെൻസിങ് ആണ്, അല്ല എങ്കിൽ കുടിയേറ്റമാണ്. ഇത് ഏതാണ്? അതോ എല്ലാം ചേർന്നതാണോ എന്നതാണ് ഇവിടെ ചോദ്യം. പക്ഷേ നമ്പേഴ്സ് കാണിക്കുന്നത് ഹിന്ദു ജനസംഖ്യ ബംഗ്ലാദേശിൽ കുറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു ഇൻട്രസ്റ്റും ഹിന്ദു വ്യക്തിത്വങ്ങളും കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ വളരെയധികം വളരെ നാച്ചുറലായിട്ട് നടക്കുകയാണ്. അത് രാജ്യവ്യാപകമായി നടക്കുകയാണ്. ഇസ്കോൺ സന്യാസി അല്ലെ പിന്നെ അറസ്റ്റും ഡിറ്റെയിൻ ചെയ്യുകയും ജാമ്യം പോലും ലഭിക്കാത്ത രീതിയിൽ സിസ്റ്റത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. സ്ട്രക്ചറൽ വയലൻസ് ആണ്, അല്ലെ. ചിന്മയ കൃഷ്ണദാസ് എന്ന ഇസ്കോണിന്റെ സ്വാമി, ഇസ്കോണിനെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇസ്കോൺ ബന്ധമില്ല എന്ന് പറയിപ്പിക്കുന്ന ഘട്ടം വരെ എത്തുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീതിതമാണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് റാഡിക്കൽ ഇസ്ലാം ഒരു ഇറ്റ്സ് ടേക്കൺ എ very dangerous turn in Bangladesh, which was unpredictable actually. It was a shock to India. ഈ ബംഗ്ലാദേശിന്റെ മണ്ണെന്ന് പറയുന്നത് ഇന്ത്യയുടെ വിയർപ്പ് കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ആധിപത്യം അവർ സ്ഥാപിക്കുമ്പോൾ, ഒരു വർഗീയത കലർത്തുമ്പോൾ അത് നമ്മുടെ നെഞ്ചത്ത് തന്നെ കൊള്ളുകയല്ലേ ചെയ്യുന്നത്. ഈ ഭാരതത്തിന്റെ വിശാല സാംസ്കാരിക ദേശീയതയുടെ അവിഭാജ്യ ഘടകമാണ് ബംഗാളി മനസ്സ്. അത് ഹൈന്ദവ മനസ്സെന്നോ ഇസ്ലാമിക മനസ്സെന്നോ ഇല്ല, ഭാരതത്തിന്റെ വിഖ്യാതമായ ഒരു വിശ്വവീക്ഷണം, അല്ലെ. ആ വീക്ഷണത്തിന്റെ ഭാഗമാണ് ബംഗാളി സ്പിരിറ്റ്. ബംഗാളി സ്പിരിറ്റിന്റെ നേരവകാശികളാണ് ബംഗാളി മുസ്ലിങ്ങളും, അത് കിഴക്കൻ ബംഗാൾ, ഇന്നത്തെ ബംഗ്ലാദേശ്, ബംഗാളി ഹിന്ദുക്കളും, അത് രണ്ട് ഭാഗത്തുമായുള്ള ഹിന്ദുക്കളും. അവിടെ ഭാരതം തീർച്ചയായും ഒരു വലിയ മനുഷ്യാവകാശ ലംഘനം, പീഡനം, പാർശ്വവൽക്കരണം ബംഗ്ലാദേശിൽ നടന്നപ്പോൾ, കിഴക്കൻ പാകിസ്ഥാനിൽ നടന്നപ്പോൾ, ദ പെർപെച്വേറ്റേഴ്സ് ഓഫ് വയലൻസ് എമിനേറ്റ് ഫ്രം ദ വെസ്റ്റ് പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്ന്. അത് വന്നപ്പോൾ ഇന്ത്യ ന്യായമായ ഒരു ഇടപെടൽ നടത്തി. അതാണല്ലോ മുക്തി ബാഹിനിയെ സഹായിക്കുകയും ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ വിമോചനം സാധ്യമാവുകയും ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായും പറയാം, ബംഗ്ലാദേശ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിയർപ്പിന്റെ, സാർ ഉദ്ദേശിച്ച പോലെ ഭാരതത്തിന്റെ വിയർപ്പിന്റെ സന്തതിയാണ് തീർച്ചയായും ആധുനിക ബംഗ്ലാദേശ്. അത് മാത്രമല്ല, ഇന്നത്തെ നിലയിലേക്ക് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും സമൃദ്ധിയുടെ ധാരാളിത്വത്തിലേക്ക് അല്ലെങ്കിൽ പോലും സാമാന്യം നട്ടല് നിവർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ബംഗ്ലാദേശ് വളർന്നതിന്റെ പിന്നിൽ ഭാരതം ബംഗ്ലാദേശിന് നൽകിയ ഇൻഫ്രാസ്ട്രക്ചറൽ ബാക്കിംഗ്, റെയിൽ റോഡ്സ് ആൻഡ് പോർട്സ് ആൻഡ് പവർ പ്രോജക്ട്സ്, അതിനെല്ലാം പുറമെയാണ് ബംഗ്ലാദേശിന്റെ കയറ്റുമതിയെ സഹായിക്കാനുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കുള്ള ക്യാപിറ്റൽ ഗുഡ്സും ടെക്നോളജിയും ഉൾപ്പെടെ നൽകുന്ന ഭാരതത്തിന്റെ നിലപാട്. ട്രേഡ്, ഭാരതത്തിന്റെ സൗത്ത് ഏഷ്യയിലെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണറാണ് ബംഗ്ലാദേശ്. ഏഷ്യയിലെ തന്നെ ബംഗ്ലാദേശിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി, ചൈന കഴിഞ്ഞുള്ള വ്യാപാര പങ്കാളിയാണ് ഭാരതം. അതുകൊണ്ട് തുച്ഛീകരിച്ച് കാണാവുന്ന ബന്ധമല്ല ഭാരതവും ബംഗ്ലാദേശും തമ്മിൽ. അപ്പൊ ബംഗ്ലാദേശിന്റെ ജീവനാഡി എന്ന് പറയുന്നത് ഭാരതവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ബംഗ്ലാദേശിന് ഭാരതത്തെ കൈയൊഴിയാനാവില്ല. കാരണം മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് ബംഗ്ലാദേശ് ഭാരതത്താൽ ചുറ്റപ്പെട്ട രാജ്യമാണ്. ഭാരതവുമായി 4000 കിലോമീറ്ററോളം അതിർത്തിയുണ്ട്. പശ്ചിമ ബംഗാൾ, അതുപോലെ ത്രിപുര, ആസാം സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു 4000 കിലോമീറ്റർ. ഇറ്റ്സ് ഓൾ പോറസ് ബോർഡേഴ്സ്. യു കൻ ജസ്റ്റ് വാക്ക് ഇൻ ടു ബംഗ്ലാദേശ് ആൻഡ് ഇൻ ടു ഇന്ത്യ. അതുപോലെ നടന്നു കയറാവുന്ന വഴികളാണ്. അവിടെ എല്ലാം വേലി കെട്ടി അടയ്ക്കുക എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോയുമായ അതിർത്തിയിൽ വേലി കെട്ടി അടയ്ക്കുന്നത് പോലെയുള്ള ഭ്രാന്തൻ നയങ്ങളൊന്നും നടക്കുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഓൺലി ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ്, ട്രാക്ക് 1 ആൻഡ് ട്രാക്ക് 2 ഡിപ്ലോമസി ക്യാൻ ടേക്ക് ഓവർ. മാത്രമല്ല, തുറമുഖങ്ങൾ, ഭാരതത്തിന് ശക്തമായ നാവിക സാന്നിധ്യമുള്ള പ്രദേശങ്ങളാണ് ബേ ഓഫ് ബംഗാൾ. അതിനോടൊപ്പം തന്നെ ബേ ഓഫ് ബംഗാൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഭാരതത്തിന്റെ കിഴക്കോട്ട് നോക്കൽ നയമനുസരിച്ച് ബേ ഓഫ് ബംഗാൾ കമ്മ്യൂണിറ്റി ഈസ് സ്ട്രാറ്റജിക്കലി വെരി ഇമ്പോർട്ടൻറ്റ്. ആ
ആ കമ്മ്യൂണിറ്റിയുടെ അവിഭാജ്യ ഘടകമാണ് അതിൻ്റെ എപ്പി സെൻറ്ററിലുള്ള ബംഗ്ലാദേശ്. ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കണോമിക് കമ്മ്യൂണിറ്റി, അതിൽ ബംഗ്ലാദേശ് ഇസ് ഹബ്. ഇതെല്ലാം മറന്നുകൊണ്ട്, ചരിത്രം മറന്നുകൊണ്ട്, എണ്ണ തേക്കാൻ ബംഗ്ലാദേശിൽ ശ്രമിച്ചാൽ നഷ്ടം ബംഗ്ലാദേശിന് തന്നെയായിരിക്കും എന്നാണ് നമ്മുടെ നിഗമനം. ഓക്കെ, താങ്ക് യു സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.